അനുമോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45. വാ 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 വാ. 21. ആദില 20,000 രൂപ നേടിയിരിക്കുന്നു. അക്ബർ 60,000 രൂപ നേടിയിരിക്കുന്നു. അനുമോൾ 1,40,40,000 രൂപ നേടിയിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആ ടാസ്ക് അങ്ങനെ നമുക്കൊക്കെ ടെൻഷൻ്റെ മുൾമുനയെ നിർത്തിയൊരു ടാസ്ക് ആയിരുന്നു. അതായത് പുറത്തു പോയി ഒരു കാറിലിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം. ഇതേ ടാസ്ക് മറ്റേ തമിഴിൽ കൊടുത്തപ്പം അവിടെ ടൈറ്റിൽ വിന്നർ ആകാൻ വേണ്ടി അത്രയും ഉണ്ടായിരുന്ന ജാക്വലിൻ 1 സെക്കൻഡിലെങ്ങാണ്ട് ഔട്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അനുമോളുടെ ആരാധകർ വളരെയധികം വിഷമിച്ചായിരുന്നു. അയ്യോ, അനുമോൾ എന്തിനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. സത്യം പറഞ്ഞാൽ ആലോചിക്കുക, അവിടെ അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യാതെ ആരുടെയും ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് തീരുമാനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു വിൽ പവർ നമുക്ക് വേണം. അതെല്ലാവർക്കും വേണ്ട. അതുപോലെ അനുമോൾ അവിടെ ഒരു സ്വന്തമായ തീരുമാനം എടുത്ത് പോയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അനുമോൾ, ആദില, അക്ബറാണ് പോയത്. ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ 20,000 രൂപ അടങ്ങുന്ന ഓരോ കെട്ട് 20 കെട്ടുണ്ടാകും. 4 ലക്ഷം രൂപ പുറത്തൊരു ഇന്നോവ കാറിൽ വെച്ചിരിക്കും. ഇവർക്ക് കൊടുക്കുന്ന ടൈം 1 മിനിറ്റേ കൊടുക്കുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് ഇവർ പോയിട്ട് മാക്സിമം പൈസ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് ആ 1 മിനിറ്റിനുള്ളിൽ തിരിച്ച് ഹൗസിനുള്ളിൽ കയറാൻ പറ്റണം. കയറാൻ പറ്റിയില്ല എത്ര ലക്ഷങ്ങൾ അതിൻ്റെ അകത്തുള്ളത് മൊത്തം 4 ലക്ഷം രൂപ എടുത്ത് കൈ പിടിക്കാൻ പറ്റിയിട്ടും കാര്യമില്ല. അവർ കൊടുക്കുന്ന ആ ടൈമിനുള്ളിൽ തിരിച്ച് കയറുക എന്നുള്ളതാണ്. അതിനുള്ളിൽ ആ കാറിനുള്ളിൽ നിന്ന് അത് തപ്പി എടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ടാസ്ക്. അതായത് ഇവരൊരു ഡീൽ ഉറപ്പിച്ചിരുന്നു. ഇവർക്ക് കിട്ടുന്ന എല്ലാം കൂടെ 3 പേരൂടെ വീതിച്ചെടുക്കാം എന്നുള്ളതുകൊണ്ട് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. 1,40,40,000 രൂപ 7 കെട്ട് അനുമോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഡീലിന് പോകണ്ടായിരുന്നു കേൾക്കുമെന്ന് തോന്നും. ഒരേ ഒരു കെട്ടാണ് ആദില സാമർത്ഥ്യക്കാരിക്ക് എടുക്കാൻ പറ്റിയത്. ഒരേ ഒരു കെട്ടാണ്. 3 കെട്ടാണ് അക്ബർ സാമർത്ഥ്യക്കാരൻ. പാട്ട് പാരടിക്കാനും പാടി എല്ലാവരുടെയും ഹൃദയം മുറിക്കാൻ കഴിവുള്ള എല്ലാ കഴിവും കഴിഞ്ഞ് അക്ബറിന് എടുക്കാൻ പറ്റിയത് 3 കെട്ടാണ്. 60,000 രൂപ. പാവമായിട്ട് മറ്റേ PR-ൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന, കളിക്കാനൊന്നും അറിയില്ല, കണ്ടന്റ് ഒന്നും കൊടുക്കില്ല, ഗെയിം അറിയില്ല, ഒന്നും അറിയാൻ മേല, PR-ൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന അന്ന് ഇവരെല്ലാം ആരോപിക്കുന്നത്. അതായത് പുറത്തുള്ളവരും അകത്തുള്ളവരും ആദില, നൂറ, അക്ബർ മുഴുവൻ നേരം PR കൂട്ടി പാട്ട് പാടുന്ന അനുമോൾക്ക് സാമർത്ഥ്യം ഇല്ലാണ്ടാണ്. ഗെയിമൊക്കെ അറിയാവുന്നതുകൊണ്ട് അനുമോള് 1,40,40,000 7 കെട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതായാലും അതിൻ്റെ വീതമൊക്കെ ഇനി കിട്ടുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇപ്പം ഇരിക്കുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞത്. ഇതേപ്പറ്റി പറയുമ്പോൾ ജനങ്ങൾ ഇന്ന് രാവിലെയൊക്കെ എല്ലാവരും തന്നെ എന്നോടും വന്ന് ചോദിച്ചു, അയ്യോ അനുമോൾ ഔട്ടാവുക, അനുമോൾ ഔട്ടാവുക. അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അനുമോൾ ഔട്ടായി എന്നുള്ളൊരു വാർത്ത പരക്കുന്നു. പിന്നെ അനുമോൾ പുറത്ത് പോയെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല സത്യം. ഇപ്പം കഴിഞ്ഞ് മിക്കവരും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് സത്യം. അപ്പം അനുമോളെ PR-ൻ്റെ ബലത്തിലാണ് അവിടെ അനുമോൾ നിൽക്കുന്നതെന്നുള്ളത് വെറുതെയാണ്. എത്രയോ ടാസ്ക് ആ കുട്ടി അതിന് മുന്നേ തന്നെ നിന്നിട്ടുണ്ട്. കുറേ സമയം ടാസ്കിലൊക്കെ നിൽക്കാറുണ്ട്. അന്ന് രാത്രി 2:30 വരെ ഇരുന്നു. ആ കാറയിലാണെങ്കിൽ ഒത്തിരി സമയം നിന്ന് വേറൊരു ടാസ്ക് അനുമോളെ ചോദിച്ചാൽ ആ കുട്ടി ആക്റ്റീവ് തന്നെയാണ്. അല്ലാതെ നിൽക്കുന്നതിലും എല്ലാം ആക്റ്റീവാണ്. കണ്ടന്റ് അവിടെ PR-ൻ്റെ ബലത്തിൽ വായിക്കകത്ത് പഴം വെച്ച് മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. PR-ൻ്റെ ബലത്തിൽ നിൽക്കാൻ പറ്റുമോ? അവിടെ ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല. അവിടെ എല്ലാവർക്കും PR ഉണ്ട്. ഇപ്പോൾ PR-ൻ്റെ വോയിസുകൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും അനുമോൾ എന്നും അന്നും ഇന്നും എല്ലാം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനം എന്തുകൊണ്ടോ അത് സമ്മതിക്കുന്നില്ല. അഥവാ അനുമോൾ ജയിച്ച് കയറിയാൽ അത് PR-ൻ്റെ ബലത്തിലാണ്. നേരത്തെ 1 മുഴ മുമ്പേ എറിഞ്ഞിപ്പോഴേ വെച്ചിരിക്കുകയാണ്. കാരണം ശരിക്കുള്ള വിജയം അല്ലാന്ന്, അർഹതപ്പെട്ടതല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരാണ്ടരൊക്കെയോ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അനുമോൾ അഥവാ ജയിച്ചാൽ PR-ൻ്റെ ബലത്തിലാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ കാണുന്നവർക്ക്, നമുക്കിപ്പോൾ ഞാനൊന്നും അനുമോളുടെ ഫാനല്ല, എന്നാലും നമുക്ക് ഇടവും വലവും നോക്കാതെ ഒരു കാര്യം പറയാമെന്ന് നോക്കാമെങ്കിൽ
റിസ്ക് ഉള്ള കണ്ടന്റ് വരെയും അനുമോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഷോയ്ക്ക് തന്നെ പ്രശ്നമാകുന്ന ഒരു ഇതാണ്, അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അനുമോൾ എന്ത് റിസ്ക് എടുത്തും വെട്ടി തുറന്ന് പറഞ്ഞ്. അതായത് പുതപ്പിന്റെ കീഴെടുത്ത സംഭവം, അത് പറഞ്ഞാൽ വഴക്ക് കേൾക്കുമെന്നും എല്ലാം അനുമോൾക്കും അറിയാം, അത്ര ബുദ്ധിയില്ലാതെ. എന്നിട്ടും അനുമോൾ അത് പറഞ്ഞു. അനുമോൾ കണ്ട കാര്യം അന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ ആരൊക്കെയോ അതിങ്ങനെ കാണാത്ത കാര്യവും സദാചാരവും കുലശ്രീയൊക്കെ ആക്കി മാറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. ആ കുട്ടി അന്ന് ലാലേട്ടന്റെ മുന്നിലും ഞാൻ കണ്ടതാണെന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാന്നുള്ള രീതിയിൽ ഒറ്റ നില നിന്നിട്ടുണ്ട്. മാപ്പ് പറയാനോ ഇതിനോ ഒന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കണ്ടന്റ് ഇഷ്ടം പോലെ അനുമോൾ ഇതുവരെ തന്നിട്ടുണ്ട്. ഇപ്പോഴാണേലും ഈ കാറിലിരിക്കുന്ന ഈ ഒരു ഇത് എടുക്കാൻ പോകാനുള്ള ഒരു ധൈര്യം കാണിച്ചില്ലേ, ധൈര്യം കാണിക്കുകയും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുകയും വന്ന് നല്ല മിടുക്കിയാന്നേ എനിക്ക് പറയാനുള്ളൂ. ജീവിതത്തിൽ പൊരുതി, അതായത് പൊരുതി എന്ന് പറഞ്ഞാൽ പൊരുതി ജയിച്ച് കയറി വന്ന അച്ഛനൊരു ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛൻ എന്തോരം വരുമാനം കിട്ടും. അതിൽ നിന്ന് ഒരു ആൺകുട്ടി അല്ലാതെ ആ ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികളല്ലേ, ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചെന്നും പറഞ്ഞുള്ള ഒരു എക്സ്ക്യൂസ് എടുത്ത് മാറി നിൽക്കാതെ ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഇതും അല്പം പിശുക്ക് കൂടിപ്പോയെന്നുള്ള ഒരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ശകനശക്തി ക്ഷമയൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, സാധാരണ പെൺകുട്ടികളെക്കാട്ടും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറുമ്പുകളും പിടിവാശി അതും ഇതൊക്കെ ഉണ്ട് അനുമോൾക്ക്. ഏതായാലും അനുമോൾ ഇന്ന് 1,40,40,000 രൂപയും കരസ്ഥമാക്കി അകത്ത് കയറി അടിപൊളിയായിട്ട് അകത്ത് കയറി ബിഗ് ബോസിന്റെ അഭിനന്ദനം മേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.